ഞാൻ ഇതിനകത്ത് ആദ്യം രുദ്രാക്ഷമല്ലേ കാണിച്ചത്. അപ്പം രുദ്രാക്ഷത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം എനിക്ക് രുദ്രാക്ഷം കുറേ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഒരു ശിവഭക്തയായ ഒരാൾ നമുക്ക് ഇതൊരെണ്ണം അയച്ചു തന്നിട്ടുണ്ട്. അപ്പം ഒരു രുദ്രാക്ഷ ധാരണത്തിൻ്റെ പ്രയോജനം, അപ്പം ഞാനത് നിങ്ങൾക്ക് കൂടെ അറിവാക്കാം. നമുക്ക് പല പല തെറ്റിദ്ധാരണകളുണ്ടല്ലോ. ഞാനിപ്പോൾ ഇത് രുദ്രാക്ഷമാണ്, ഇത് ധരിച്ചിട്ട് എനിക്ക് ദോഷമൊന്നും വന്നിട്ടില്ല, നല്ലതായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇതേക്കുറിച്ച് വേറെ വേറെ ഒരുപാട് യൂട്യൂബിൽ കാണുന്നതുകൊണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്ന സന്ദേശം നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചു തരാം. രുദ്രാക്ഷം ദർശിച്ചാൽ തന്നെ പുണ്യമാണ്, സ്പർശിച്ചാൽ കോടി ഗുണമാകും, ധരിച്ചാൽ 100 കോടിയിലധികം പുണ്യം. നിത്യവും രുദ്രാക്ഷം ധരിച്ച് ജപിക്കുന്നത് കൊണ്ട് അനന്തമായ പുണ്യം ലഭിക്കും. രുദ്രാക്ഷത്തേക്കാൾ ഉത്തമമായ സ്തോത്രവും വ്രതവുമില്ല. അക്ഷയമായ ദാനങ്ങളിൽ ഉത്തമമാണ് രുദ്രാക്ഷദാനം. ഒരു രുദ്രാക്ഷമെങ്കിലും ധരിച്ചിട്ടുള്ളവൻ മാംസഭോജനവും മദ്യപാനവും ചണ്ടാല സഹവാസവും മൂലമുണ്ടാകുന്ന പാപത്തിൽ നിന്ന് മുക്തനാകും. സർവയജ്ഞങ്ങളും തപസ്സും ദാനവും വേദാഭ്യാസം കൊണ്ട് എന്തു ഫലമുണ്ടാകുമോ അത് രുദ്രാക്ഷധാരണത്താൽ പെട്ടെന്ന് ലഭ്യമാകും. 4 വേദങ്ങൾ അഭ്യസിക്കുകയും പുരാണങ്ങൾ വായിക്കുകയും തീർത്ഥാടനം നടത്തുകയും സർവ്വവിദ്യകളും നേടുകയും ചെയ്താൽ എന്തു പുണ്യം ലഭിക്കുമോ ആ പുണ്യം രുദ്രാക്ഷധാരണം കൊണ്ട് മാത്രം ലഭിക്കും. രുദ്രാക്ഷം കഴുത്തിലോ കയ്യിലോ കെട്ടിക്കൊണ്ട് ഒരാൾ മരിച്ചാൽ അവൻ രുദ്രപാദം പ്രാപിക്കും. പുനർജന്മമുണ്ടാവില്ല. തൻ്റെ കുലത്തിലെ 21 തലമുറയെ ഉദ്ധരിക്കുവാനായി രുദ്രലോകത്ത് വസിക്കും. ഭക്തിയില്ലാതെ രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് നിത്യവും പാപകർമ്മം ചെയ്യുന്നവനായാൽ പോലും അവൻ മുക്തനായിത്തീരും. രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് മരിക്കാനിടയാൽ മൃഗത്തിന് പോലും മോക്ഷമുണ്ടാകും. പിന്നെ മനുഷ്യൻ്റെ കാര്യം പറയണോ? ദേവി ഭാഗവത്തിൽ നിന്നെടുത്ത വാക്കുകളാണ് ഇതെന്ന് ആണ് എനിക്ക് തോന്നുന്നത്, അറിവ്. എനിക്കിത് അങ്ങനെ ഒരു ശിവഭക്തയായിട്ടുള്ള ഒരാൾ അയച്ചു തന്നതാണ്. അപ്പോൾ എനിക്ക് ഈ അറിവ് നിങ്ങളിലേക്ക് ഒന്ന് പകരണമെന്ന് തോന്നി. ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. രുദ്രാക്ഷം എനിക്ക് എന്തുകൊണ്ടോ ഇഷ്ടം തോന്നി, ഞാനത് കയ്യിൽ നിന്ന് ഒഴിവാക്കാതെ ഇടാറുണ്ട്. മാക്സിമം സന്തോഷം ചക്രകളെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിത്തീരട്ടെ. ഇതെനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ തോന്നി. നമുക്ക് പലരും യൂട്യൂബൊക്കെ എടുത്ത പലതാണ് പറയുന്നത്. അപ്പം ഈ അറിവ് നല്ലതായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ ബാലൻസ് അവർ പിന്നെയും ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഓരോരോ അറിവുകൾ. അപ്പം ഞാൻ ആ അറിവുകളുമായിട്ട് ഓരോ ദിവസം ഒഴിഞ്ഞ സമയത്ത് ഇതേപോലെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വരാം. ഓക്കേ. ഇപ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ട് തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു ബുട്ടിക്കിൻ്റെ ഒരു വീഡിയോ എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട്. അത് കോതമംഗലത്തുള്ള ഒരാൾ ഇട്ട് തന്നിട്ടുണ്ട്. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാവേ. ഓക്കെ ചക്കരകളെ.